നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്ര ജാതകരുടെ ദശാകാലം സംബന്ധിക്കുന്ന നമ്മളിടുന്ന മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ അശ്വതി നക്ഷത്രക്കാരുടെ ജന്മസമയം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെയുള്ള കേതുർ ദശാകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെയുള്ള ശുക്രദശാകാലത്തെക്കുറിച്ചുള്ളൊരു വിവരങ്ങളടങ്ങിയ വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഇന്നിവിടെ ഇടുന്നത് ഏകദേശ പ്രായമനുസരിച്ച് 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെ. അത് നമ്മളൊന്ന് റൗണ്ട് ചെയ്താൽ 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അശ്വതി നക്ഷത്ര ജാതരെ സ്വാധീനിക്കുന്ന ദശാകാലം സൂര്യദശാകാലമാണ്. ഈ ദശാകാലം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് മൂന്നാമത്തെ ദശാകാലമാണ്. അതുകൊണ്ട് തന്നെ വിപത് നക്ഷത്ര ദശാകാലം എന്ന് പറയുക. കുറച്ച് പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടം. സൂര്യദശാകാലത്തിൻ്റെ പരമാവധി സമയം എന്ന് പറയുന്നത് 6 വർഷക്കാലം. അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് അവരുടെ ജന്മശിഷ്ടത്തിൽ വെച്ചുകൊണ്ട് ഏകദേശം കണക്ക് വെച്ച് കൂട്ടിയാൽ 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിലായിരിക്കും. ഏകദേശം 23 വയസ്സ് മുതൽ 29 എന്ന് പറയാം. എങ്കിൽ പോലും നമ്മളുടെ റൗണ്ട് ചെയ്ത് പറയുമ്പോൾ 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലായിരിക്കും ഇവർക്ക് സൂര്യദശാകാലം അനുഭവത്തിൽ വരാനിടയുള്ളത്. ഇവരുടെ ജാതകപ്രകാരം ഏതൊരു അശ്വതി നക്ഷത്രജാതനായ വ്യക്തിയുടെയും ജാതകപ്രകാരം ആ ജാതകത്തിൽ സൂര്യൻ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ കൂടെ ആശ്രയിച്ചായിരിക്കും ദശാകാല ഫലങ്ങൾ കൂടുതലും അനുഭവത്തിൽ വരിക. ശുഭനായിട്ടുള്ള സൂര്യനാണ് ജാതകം അനുസരിച്ചെങ്കിൽ, പ്രത്യേകിച്ച് യോഗകാരകനോ വല്ലതും ആണെങ്കിൽ സൂര്യദശാകാലം എന്ന് പറയുന്നത് വളരെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. രാജാക്കന്മാരിൽ നിന്നുള്ള അനുകൂലതയും ധനലാഭവുമാണ് പ്രധാനപ്പെട്ട ഫലം. രാജാക്കന്മാരെന്ന് പറയുമ്പോൾ ഭരണാധികാരികളിൽ നിന്നുള്ള ബഹുമാനം, ധനലാഭം, അവരുടെ രാജാക്കന്മാരുടെ അധികാരികളുടേതായിട്ടുള്ളൊരു സഹായം, ഇവയൊക്കെ തന്നെ ലഭിക്കാനിടയുള്ള ഒരു കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ സൗന്ദര്യവർദ്ധന ഉണ്ടാകും. പിതാവിന് ഏറ്റവും കൂടുതൽ ശ്രേയസ്കരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ, അതായത് വാഹനലാഭം, ധനലാഭം, ഉദ്യോഗപ്രാപ്തി, ഒരുപാട് അധികാരങ്ങളുള്ള മേഖലയിലേക്ക് വ്യാപരിക്കുവാൻ സാധിക്കുക, വിവിധ തരത്തിലുള്ള കാർഷിക മേഖലയിൽ നടക്കുമുള്ള ധനലാഭം, അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില അഭീഷ്ട കാര്യങ്ങൾ നടന്നു മാറുക, ഉത്തമന്മാരായിട്ടുള്ള ഗുരുജനങ്ങളോ പണ്ഡിതന്മാരുമായിട്ടുള്ള സംസർഗം, അതുമൂലമുണ്ടാകുന്ന അറിവുകൾ, ഇങ്ങനെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗശമനം, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗശമനം, നേത്രവും ദന്തവും സംബന്ധിച്ചിട്ടുള്ള രോഗശമനം, ഒരുപാട് നേട്ടങ്ങൾ, രോഗദുരിതങ്ങളുടെ ഇല്ലായ്മ, നഷ്ടപ്പെട്ടത് പോയിട്ടുള്ള പദവികൾ തിരിച്ചു കിട്ടുക, പുതിയ അധികാര പദവിയിലേക്ക് നിയമിക്കപ്പെടുക, ധനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഏത് തരത്തിൽ നോക്കിയാലും കാർഷിക മേഖലയിൽ നല്ല എവിടെ നിന്നായാലും ധനം ഇങ്ങനെ വന്ന് കുന്നുകൂടിക്കൊണ്ടേയിരിക്കുക. പർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര, അതുപോലെ തന്നെ ആനക്കൊമ്പ്, ആനയുടെ പല്ലി പോലെയുള്ള വിശിഷ്ട വസ്തുക്കളുടെ ലാഭം, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ സൂര്യദശാകാലത്തിൽ പറയാവുന്നതാണ്. എന്നാൽ സൂര്യൻ നീചനാണെങ്കിലോ, ജാതകപ്രകാരമാണ് നീചനാണോ ശുഭനാണോ കണ്ടുപിടിക്കുക. നമ്മുടെ പൊതുവെ പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി. നീചനായിട്ടുള്ള സൂര്യനാണ് അല്ലെങ്കിൽ അശുഭഭാവസ്ഥിതനാണെങ്കിൽ പിതാവിന് നാശം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, കുഷ്ഠരോഗം മുതൽ പാണ്ഡുരോഗം വരെയുള്ള രോഗങ്ങളുടെ ആക്രമണം, എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഫലസിദ്ധിയിലാവരിക. കാർഷിക വൃത്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വൻ നഷ്ടം സംഭവിക്കുക. അതുപോലെ തന്നെ ദന്തരോഗം, നേത്രരോഗം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, പിതാവിനെ സംബന്ധിച്ച് രോഗദുരിതങ്ങളോ നാശമോ ഉണ്ടാവുക, ഗുരുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചില ബുദ്ധിമുട്ടുകളുണ്ടാവുക, ഇങ്ങനെ അശുഭഫലങ്ങളുടെ ഒരു വരവായിരിക്കും. ഇത് പ്രത്യേകിച്ച് സൂര്യദശാകാലത്ത് എന്ന് പറയുന്നത് രാഹുർ അപകാരം, കേതുർ അപകാരം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്.
ഏറ്റവും കൂടുതലായിട്ട്. അപ്പം വിവിധങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ നൽകുവാനും മന്ത്രിക്കസേര അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവും കയ്യിലെന്ന തരത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുവാനും കഴിയുന്ന ഒരു ദശാകാലമായിട്ടാണ് ശുഭനായിട്ടുള്ള സൂര്യൻ്റെ ദശാകാലത്തെ വിവരിക്കുന്നത്. അശുഭസ്ഥിതനായിട്ടുള്ള സൂര്യ ദശാകാലം എന്ന് പറയുന്നത് തറവാടിൻ്റെ അടക്കം സൽകീർത്തി മുടിക്കാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യുക, ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ആളുകളുമായിട്ട് സഹവസിക്കുക, അതുമൂലം ഉണ്ടാകുന്ന ദുഷ്കീർത്തി കാരാഗൃഹവാസത്തിലേക്ക് തന്നെ നയിക്കുക, അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ഒരിക്കലും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ, ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം, ഇവയൊക്കെ തന്നെ നീചനായിട്ടുള്ള സൂര്യൻ്റെ ദശാകാലത്തിൽ സംഭവിക്കുന്നു. സൂര്യൻ്റെ നീചത്വം എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂരമാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഒരു തരത്തിലും നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റാത്തതാണെങ്കിൽ, പിതാവിനെതിരെ കയ്യേറ്റം ചെയ്യാൻ വരെ ഈ ജാതകൻ മടിക്കില്ല. പിതാവുമായിട്ട് ബദ്ധ ശത്രുതയിലായിരിക്കും. പിതാവിനെ എങ്ങനെയും ഒതുക്കണം, അമർച്ച ചെയ്യണമെന്ന് പറഞ്ഞ് പിതാവിനോട് കടുത്ത വിരോധം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ജാതകൻ മാറുവാനും ഇടയുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ദശാകാലമൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് മൈൽ അകലെ നിൽക്കുന്ന ഗ്രഹങ്ങളൊക്കെ എങ്ങനെ സ്വാധീനിക്കും? ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് ദൂരത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമല്ല സൂര്യൻ. സൂര്യരശ്മികൾക്ക് എത്രത്തോളം സ്വാധീനം ഭൂമിയിലുണ്ടെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കാവുന്നു. സൂര്യനെ പോലെ തന്നെ ഭൂമിയിൽ നിന്ന് എത്രയോ മൈലുകൾക്ക് അകലെ നിൽക്കുന്നതാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ ബലാബലങ്ങൾ ഭൂമിയിൽ വേലിയേറ്റം വേലിയിറക്കം എന്ന രീതിയിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളതും പ്രഥമ ദൃഷ്ടിയ ബോധ്യമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ട് വലിയ രോഗമുള്ള ആളുകളെ പോലും ചന്ദ്രൻ്റെ ബലാബലങ്ങൾ ബാധിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്താൻ എല്ലാ ഗ്രഹത്തിനും കഴിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യദശാകാലമെന്ന് പറയുന്നത് ഏതൊരു അശ്വതി നക്ഷത്രജാതനെ സംബന്ധിച്ചും ഏകദേശം അവരുടെ 23-24 വയസ്സ് മുതൽ 29-30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവരെ സ്വാധീനിക്കുന്നതാണ്. അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് സൂര്യദശയുടെ മറ്റൊരു ഭാഗം നമ്മൾ പറഞ്ഞാൽ, സൂര്യനിൽ അലയാത്തവരും ചന്ദ്രനിൽ സുഖിക്കാത്തവരുമില്ലെന്നാണ് ജ്യോതിഷ ചൊല്ലി. അപ്പോൾ സൂര്യദശാകാലം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് വിപൽ നക്ഷത്രാധിപദശ എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും ഒരു വെല്ലുവിളി നേരിടേണ്ടി വരുന്നൊരു കാലഘട്ടമായിരിക്കും. പിതാവിൽ നിന്നും വെല്ലുവിളി നേരിടേണ്ടി വന്നേക്കാം, തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ വെല്ലുവിളി നേരിടേണ്ടി വന്നേക്കാം, വ്യക്തിത്വ വികസനം സംബന്ധിച്ച് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം, സൽകീർത്തി നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഈ സൂര്യദശ നീതനായിട്ടുള്ള സൂര്യദശാകാലത്തിൽ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുവിൻ്റെ പൊസിഷനിലോ പിതൃതുല്യരോ ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സ്ത്രീജനങ്ങളാണെങ്കിലും പുരുഷന്മാരാണ്, അവരവരുടെ ലിംഗ വ്യത്യാസം അനുസരിച്ച് ഓരോ തരത്തിലായിരിക്കണം മാത്രം. അതുപോലെ നേത്ര സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള ഹൃദയ പീഠകൾ, ആമാശയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ തന്നെ സൂര്യദശാകാലത്തിൽ നീചനായ സൂര്യൻ്റെ ദശാകാലത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതാണ്. അതിൽ ദുഷ്കീർത്തിയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ദുഷ്കീർത്തി ഉണ്ടാകുക, അതുപോലെ തന്നെ സ്വത്തുക്കൾ സംബന്ധിച്ച വിഷയങ്ങൾ ദുഷ്കീർത്തി ഉണ്ടാകുക, സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ദുഷ്കീർത്തി ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫലാനുഭവങ്ങളായിട്ടാണ് തന്നെ നമുക്ക് വിലയിരുത്താം. സൂര്യദശാകാലത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സൂര്യദശാകാലത്തിൽ രുദ്രഭജനമാണ് പരിഹാരം. ശിവൻ്റെ തന്നെ രുദ്രമൂർച്ചയെ ഞായറാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, രുദ്രസൂക്തമന്ത്ര പുഷ്പാഞ്ജലി നടത്തുക, കൂവളത്തില കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ
രാമച്ചം, ഏലം, ദേവദാരം ഇവ തീരെ ചെറിയ അളവിൽ ഇട്ടു തിളപ്പിച്ച് ജലത്തിൽ ഞായറാഴ്ച ദിവസം ഉദയം മുതൽ 1 മണിക്കൂറിനുള്ളിൽ ഉള്ള സമയത്തിൽ ദേഹം കഴുകുന്നതും ദോഷപരിഹാരത്തിൻ്റെ പട്ടികയിൽ ജ്യോതിഷപരമായിട്ട് വിലയിരുന്നതാണ്. സൂര്യദോഷ പരിഹാരമായിട്ട് ഞായറാഴ്ച ദിവസം ചുവപ്പ് അല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക എന്നിങ്ങനെയുള്ള പരിഹാര കർമ്മങ്ങളും ജ്യോതിഷപരമായിട്ട് ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും ശുഭനായിട്ടുള്ള സൂര്യനാണ് ദശാനാഥനെങ്കിൽ കാഴ്ചാവർദ്ധനവ് മുതൽ ഒരുപാട് നേട്ടങ്ങൾ, പിതാവിനായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രേയസ് ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക പിതാവിനായിരിക്കും. പിതാവിന് തൊഴിൽ സ്ഥാനക്കയറ്റം, അപ്രതീക്ഷിതമായിട്ടുള്ള അധികാര ലബ്ധി, ഗൃഹലാഭം, കാർഷിക സ്ഥലപ്രാപ്തി, കൃഷിസ്ഥലങ്ങൾ ലഭിക്കുക, അതുപോലെ തന്നെ വില കൂടിയ വാഹനങ്ങൾ ലഭിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകും. ഇനി നീചനായിട്ടുള്ള ഭാവത്തോട് കൂടിയിട്ടുള്ള സൂര്യൻ്റെ ദശാകാലമാണെങ്കിൽ ദുഷ്കീർത്തി മുതൽ കാർഷിക സ്ഥലങ്ങളുടെ നഷ്ടം വരെ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ശുഭനായിരിക്കുന്ന ജാതകപ്രകാരം ശുഭനായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലത്തിൽ 6 വർഷമാണ് ദശാകാലമുള്ളത്. അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ച് ഏകദേശം 23-24 വയസ്സ് മുതൽ 29-30 വയസ്സ് വരെയുള്ള സൂര്യദശാകാലത്ത് ഒരുപാട് ഗുണഫലങ്ങൾ നല്ല ജാതകപ്രകാരം നല്ല ഭാവത്തിലുള്ള സൂര്യനാണെങ്കിൽ കണ്ടു. ജാതകപ്രകാരം മോശം ഭാവത്തിലുള്ള സൂര്യനാണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിച്ചോണം. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. അവ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സൂചനയൊക്കെ വന്നാൽ വളരെ വേഗം ചികിത്സ തരേണ്ടതാണ്. അതുപോലെ തന്നെ തറവാടിനും തനിക്കും ദുഷ്കീർത്തി വരുത്തുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളിലും വനപർവ്വത പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര നേരത്തെ പറഞ്ഞില്ലേ, അത്തരം യാത്രകളിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ധനലാഭത്തിൻ്റെ അടക്കം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ സർക്കീർത്തി പോകുമെന്ന് മാത്രമല്ല മൊത്തം അപമാനത്തിൻ്റെ തലത്തിലേക്ക് തന്നെ മറിയാനും ഇടയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എന്തായാലും നമ്മളിന്നിപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്ന വീഡിയോ അശ്വതി നക്ഷത്രജാതരുടെ 3ാമത്തെ ദശയായ സൂര്യദശയെക്കുറിച്ചാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നത് അശ്വതി നക്ഷത്രജാതരുടെ 30 വയസ്സ് മുതൽ ഏകദേശം 40 വയസ്സ് വരെയുള്ള പ്രായം, അതായത് 29.5 വയസ്സ് മുതൽ 39.5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ ഇവർക്ക് ചന്ദ്രദശാകാലമാണ്. ഈ ചന്ദ്രദശാകാലം സംബന്ധിച്ചിട്ടുള്ള ഫലവിവരങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഇനി ബാക്കിയുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.